ഒന്നുകിൽ മുതലാളിയുടെ ഭാഗത്ത് നിൽക്ക്, അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് നിൽക്ക്. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ മുതലാളി ഒരു പാവലടാ. അതെ അതെ, ഞങ്ങൾ ഏത് ഭാഗത്ത് നിൽക്കണം മുതലാളി? അതെ, ഒന്നുകിൽ അവരോട് അവിടെ പോയി നിൽക്കാം, അല്ലെങ്കിൽ ഇവിടെ പോയി നിൽക്കാം, എവിടെയെങ്കിലും പോയി നിൽക്കണം. ഇങ്ങോട്ട് മാറിയേക്കടാ. ഇവരെയൊക്കെ തീറ്റിപ്പോറ്റുന്ന എന്നെ തല്ലാൻ ആളില്ല ഞിട്ടാ. അതിരിക്കട്ടെ, അവനില്ലെങ്കിൽ വേണ്ട, പണം താൻ തന്നാ മതി. തന്റെ വീടിന്റെ ആധാരം എന്റെ കയ്യിലാണെന്ന് അറിയാമല്ലോ. നടക്ക്. അതെ, ഞാൻ ഒന്നൊന്ന് പറയട്ടെ. അവൻ ഉളപ്പം മണ്ണേന്ന് വരുന്നത് വരെ ഒരു സാവകാശം. ഈ സാധനം ശിവൻകുട്ടി അല്ലേ അത്? അതെന്നാ പറയണേ. ഉളപ്പം മണ്ണേന്ന് വരുന്ന വഴിയാ, ഷോർട്ട് കട്ടാ. ഡാവിലിച്ചിന് സുഖല്ലേ? നല്ല സുഖം. സുഗ്രീവേട്ടൻ ബോംബെന്ന് വന്നു. അതാര്? നിന്റെ അച്ഛൻ. അതെ, ദാസപ്പേട്ടൻ എന്നെ കാണാൻ വീട്ടിലേക്ക് വരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. വെറുതെ അങ്ങോട്ട് നടന്ന് ക്ഷീണിക്കണ്ടല്ലോ എന്ന് കരുതി ദാസപ്പേട്ടനെ കാണാൻ ഞാൻ ഓടി വന്നതാ. ഉളപ്പമണ്ണേന്ന് വല്യച്ഛന്റെ വീട്ടിൽ നിന്ന്. അതേതായാലും നന്നായി. അത് നന്നായല്ലേ? സത്യത്തിൽ നീ ഇങ്ങോട്ടാണോ വന്നത്? ഏയ്, ആ പച്ചക്കറി ദാമുവിന്റെ മോൻ കള്ളം പറഞ്ഞ് ഇങ്ങോട്ട് വരുത്തിയതല്ലേ. ആ തെണ്ടി ചെറുക്കൻ നുണ പറയാനും തെറി വിളിക്കാനും മാത്രമേ വായ തുറക്കാറുള്ളൂ എന്ന് എനിക്കറിയില്ലേ? ഇല്ലായിരുന്നു, പക്ഷെ എനിക്കിപ്പോ മനസ്സിലായി. പന്നിയുടെ മോൻ. മതി മതി മതി, രണ്ടുപേരും പിറുപിറുത്തത് മതി. എന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്ക്. അതെ, ഇവൻ കാശ് കൊടുക്കാനുള്ളൊരു ഇനിയും വരാനുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ പൊതുവഴിന്ന്